ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ളതായ ആ വാക്യങ്ങൾ നമ്മൾ എല്ലാ വർഷവും നോമ്പുകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ആ വേദഭാഗം നമ്മൾ കേൾക്കാറുണ്ട്. ഞാനൊന്ന് വായിക്കാം. സംഘാലയങ്ങളിലൊന്നിൽ യേശു ശാബത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ കൂനിയായിരുന്നു. അവൾക്ക് ഒട്ടും നിവരുവാൻ സാധിച്ചിരുന്നില്ല. യേശു അവളെ കണ്ട് അവളെ വിളിച്ചു. അവളോട്, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ അഴിച്ചുവിടപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ മേൽ തൻ്റെ കൈവച്ചു. പെട്ടെന്ന് അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. സംഘപ്രമാണി യേശു ശാബത്തിൽ സൗഖ്യമാക്കിയതിൽ കോപിതനായി. പുരുഷാരത്തോട്, നിങ്ങൾക്ക് വേല ചെയ്യുവാൻ അനുവാദമുള്ള 6 ദിവസങ്ങളുണ്ട്. അവയിൽ വന്ന് സുഖം പ്രാപിച്ചു കൊള്ളണം. ശാബത ദിവസത്തിൽ അരുത് എന്ന് പറഞ്ഞു. യേശു അവനോട്, കപടഭക്ത, നിങ്ങൾ ഓരോരുത്തരും ശാബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? ഇവളോ അബ്രഹാമിൻ്റെ പുത്രിയാണ്. ആകൽക്കറുസ ഇവളെ 18 സംവത്സരമായി ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഈ ബന്ധനത്തിൽ നിന്ന് ഇവളെ ശാബത ദിവസത്തിൽ അഴിച്ചുവിടുന്നത് വിഹിതമല്ലയോ എന്ന് ചോദിച്ചു. താൻ ഇവ പറഞ്ഞപ്പോൾ തനിക്കെതിരായി നിലകൊണ്ടിരുന്നവരെല്ലാം ലജ്ജിച്ചു പോയി. താൻ മൂലം സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ അത്ഭുതങ്ങളെക്കുറിച്ചും ജനമെല്ലാം സന്തോഷിച്ചു. വളരെ ഗഹനമായ ഒരു വേദഭാഗം ആണ് ഇത്. എങ്കിലും വളരെ ലളിതമായ 2-3 കാര്യങ്ങൾ, ചിന്തകൾ ഇതിൽ നിന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദഭാഗം നമുക്കറിയാം, വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതായൊരു സംഭവം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇതിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു വേദഭാഗമാണിത്. ഈ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്, എനിക്കതിനോട് പ്രത്യേകമായിട്ടൊരു താല്പര്യമുണ്ട്. കാരണം എൻ്റെ പേര് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുന്നത് തന്നെ തെയോഫിലോസെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിന് അപ്പോസ്തല പ്രവർത്തികൾ, ഇത് രണ്ടും എഴുതിയത് ആരാ? ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളുടെയും അത് എഴുതിയത് ആരാ? ലൂക്കോസാണ് എഴുതുന്നത്. അപ്പൊ ഈ ലൂക്കോസ് 1 മുതൽ 4 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 1 മുതൽ 3 വരെ ഈ പേര് വിളിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ പേര് വിളിച്ച്, അതുകൊണ്ടല്ല കേട്ടോ ഞാൻ ഈ വേദഭാഗം എടുത്തേക്കണേ, ഈ പേര് വിളിച്ച് തുടങ്ങാൻ ആരായിരുന്നു? തെയോഫിലോസ്. ഒരാളുടെ പേര് മാത്രം വിളിച്ചിരിക്കണേ. എന്താന്ന്? ഒരു തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതിന് ആ വാക്കിൻ്റെ അർത്ഥം ദൈവസ്നേഹിതനെന്നാണ്. കോപ്റ്റിക് പാരമ്പര്യം അനുസരിച്ച് അലക്സാന്ദ്രിയയിൽ താമസിച്ചിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈജിപ്തിലെ അലക്സാന്ദ്രിയയിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ സെൻ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുമാർഗം അന്വേഷിച്ചിരുന്ന ഒരു ഹൈ റോമൻ ഒഫീഷ്യലായിരുന്നു. റോമ സാമ്രാജ്യത്തിലെ അവരുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് ശ്രീമാനായ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈ റാങ്കിലുള്ള ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നത് പോലെയാണ്. അപ്പം ഇദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം എഴുതുന്നത് പ്രധാനമായിട്ടും ആർക്ക് വേണ്ടിയിട്ട്, ഏത് രീതിയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നേ? പുറജാതി ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടായിരുന്നതാണ്. മത്തായിയുടെ സുവിശേഷം യഹൂദ ക്രിസ്ത്യാനികൾ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തുമാർഗം അന്വേഷിച്ച ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിച്ചിരുന്ന ഈ ഒരു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ആ പേര് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി വളരെ പെട്ടെന്ന് ഞാൻ ആമുഖമൊന്ന് പറയട്ടെ. ഈ ലൂക്കോസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്ന് ആരായിരുന്നു ഈ ഗ്രന്ഥകർത്താവ് എന്നുള്ളതിന് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ നിന്ന്, എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും എല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ കൊലോസ്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം, കൊലോസ്യ ലേഖനം 4:14, സമയക്കുറവ് കൊണ്ട് ഞാൻ അത് വായിപ്പിക്കുന്നില്ല. അവിടെ ഒരു വാചകം പറയുന്നുണ്ട് ലൂക്കോസിനെ കുറിച്ച്. ആരായ ലൂക്കോസ് എന്നാണ് വിളിക്കുന്നത്? വൈദ്യനായ ലൂക്കോസ്. ഈ ലൂക്കോസ് ആരായിരുന്നു? വൈദ്യനായ ലൂക്കോസ്. ഒരു ഡോക്ടറായിരുന്നു എന്ന് പറയണം. അതുകൊണ്ട് തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളെ കുറിച്ച് പ്രത്യേകിച്ചൊരു ഭാഗമുണ്ട്.
രോഗികൾക്കല്ലാതെ വൈദ്യന്മാരെ കൊണ്ടാർക്കാണ് ആവശ്യം? അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തില് പൗലോസപ്പോസ്തലന്റെ ഒരു സഹയാത്രികനായിരുന്ന ലൂക്കോസ് എന്ന് പറയുന്നു. അദ്ദേഹം ആരായിരുന്നു? അന്ത്യോഖ്യയിൽ ജനിച്ചു, അന്ത്യോഖ്യക്കാരനായിരുന്നു. ഒരു ഹെലനിസ്റ്റിക് ജൂ, അതായത് ഗ്രീക്ക് യവനായ ജൂ ആയിരുന്നു എന്ന് പറയുന്നു. ഒരു പുറജാതിക്കാരനായിരുന്നു പറയുന്നു. എന്താണെങ്കിലും ഗ്രീക്ക് ഭാഷയിൽ നല്ല പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹമാണ് ഈ ലേഖനം എഴുതിയത്. ഇനി ഇത് എഴുതിയത് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഭൂരിഭാഗം പേര് പറയുന്നത് AD 80-നും 90-നും ഇടയ്ക്ക് ഒരു സമയത്താണ് ഇത് എഴുതിയെന്ന് പറഞ്ഞു. ഇനിയാണ് ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം ക്രമമായി കൃത്യമായി രേഖപ്പെടുത്തുക, ഒരു ഹിസ്റ്റോറിക്കലി ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ട് ചരിത്രം യേശുക്രിസ്തുവിൻ്റെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുവിശേഷത്തിൽ അത് അപ്പോസ്തല പ്രവൃത്തികളിൽ ഉയർപ്പ് മുതൽ ഉള്ളതായ കാര്യങ്ങൾ 2-ാം ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ, ചരിത്രപരമായ ക്രിസ്തുവിനെ ക്രമമായിട്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തുടങ്ങുന്നത് ഹേറോദോസിന്റെ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ആ ജനനത്തെക്കുറിച്ച് പറയുന്നത്. ഹേറോദോസ് ചരിത്രത്തിലുള്ളതായ ഒരു വ്യക്തിയാണ്. യഹൂദ രാജാവായിരുന്നു BC 4-ാം നൂറ്റാണ്ടിൽ. അപ്പം ആ സമയത്ത് ക്രിസ്തു ജനിച്ചു എന്ന് പറയുമ്പോൾ ചരിത്രത്തിനകത്ത് നടന്നൊരു സംഭവം. ഇനി സുവിശേഷനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പാവങ്ങളുടെ സുവിശേഷകൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പാവങ്ങളുടെ സുവിശേഷകൻ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ 4-ാം അധ്യായത്തിൽ നസറേത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗം അത് തുടങ്ങി. അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ദരിദ്രരായവർ ഭാഗ്യവാന്മാർ തുടങ്ങിയത്. മത്തായിയുടെ സുവിശേഷത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ എന്നൊക്കെ പറഞ്ഞ ഭാഗം ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് പാവങ്ങളോട്, സമൂഹത്തിൽ തള്ളപ്പെട്ടവരോട്, അവരോടൊക്കെ ഉള്ളൊരു പ്രത്യേക പ്രതിപത്തി. അതുകൊണ്ടാണ് ദി ഇവാഞ്ചലിസ്റ്റ് ഓഫ് ദി പൂവർ എന്ന് പറയുന്ന ഒരു പ്രയോഗം അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. അപ്പം ഇവിടെ രക്ഷയുടെ സാർവത്രിക അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം ഇതാണ്. ഈ കർത്താവിനോടുള്ള രക്ഷ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന യഹൂദന്മാരൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം, എന്നാൽ സകലർക്കുമുള്ള ഒരു രക്ഷയുടെ അനുഭവം. അതിനകത്ത് ആരെയും മാറ്റി നിർത്തില്ല, പ്രത്യേകിച്ച് സമൂഹത്തിലെ താഴേക്കടയിലുള്ളവരെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വേദഭാഗത്തേക്ക് വരാം. ഈ 13-ാം അധ്യായം അതാരംഭിക്കുന്നത് 2 സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ തുടക്കത്തിൽ ആ കാലത്ത് പീലാത്തോസ് അവരുടെ രക്തം അവരുടെ ബലികളോട് കലർത്തിയ ഗലീലക്കാരെ കുറിച്ച് ചില ആളുകൾ വന്ന് യേശുവിനോട് പറഞ്ഞു. 13-ാം അധ്യായം ആരംഭിക്കുന്നത് 2 കാര്യങ്ങളെ കുറിച്ച്. ഒന്ന്, പീലാത്തോസ് കൊന്ന ഗലീലക്കാരെ കുറിച്ച്. രണ്ടാമത്, ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ച 18 പേരെ കുറിച്ച്. എന്നിട്ട് അവിടെ 2ഇടത്തും പറയുന്നുണ്ട് മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവരെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. പീലാത്തോസ് കൊന്ന 18 ആളുകള് നിങ്ങളെക്കാൾ പാപികളാണെന്ന് ചിന്തിക്കണ്ട. ഈ 18 പേര് ഗോപുരം വീണ് മരിച്ചു പോയവര് അവരും നിങ്ങളെക്കാൾ പാപികളാകുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ 2 കൂട്ടരുടെയും കാര്യം പറഞ്ഞിട്ട് വേറൊരു ഉപമയും കൂടെ പറഞ്ഞിട്ടാണ് ഈ സ്ത്രീയുടെ, കൂനിയായ സ്ത്രീയുടെ ആ സംഭവത്തിലേക്ക് കടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 2 സംഭവങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് വേറെ വിശദീകരണമൊന്നും കിട്ടുന്നില്ല. എന്നാൽ ജോസീഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ ആദ്യ നൂറ്റാണ്ടിലെ ആ ചരിത്രം മുഴുവനും എഴുതിയ അദ്ദേഹത്തിൻ്റെ ആ ചരിത്രങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പീലാത്തോസ് കൊന്ന ഗലീലക്കാർ അവരാരായിരുന്നു? അവരെക്കുറിച്ച് പറയുന്നത് അവര് ഹെരോദോസ് ഗലീലായിലെ അവിടുത്തെ രാജാവാണ്. പീലാത്തോസ് യഹൂദിയായിലെ റോമൻ ഗവർണറാണ്. ഇവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ കുരിശിക്കണ ആ സമയം വരുമ്പോൾ പീലാത്തോസിന്റെ ആ സംഭവം പറയുന്നുണ്ട്, അന്ന് മുതൽ അവർ 2 പേരും സുഹൃത്തുക്കളായി. അതുവരെയും ഭയങ്കര ശത്രുക്കളായിരുന്നു. അപ്പോൾ ഈ ഗലീലക്കാരെ കൊന്നു എന്ന് പറയുന്നത് പീലാത്തോസ് ഹെരോദോസിന്റെ ഭരണപ്രദേശത്ത് നിന്ന് യെരുശലേമിൽ ആരാധിക്കാൻ വന്ന ആ പെരുന്നാളിന് വന്ന ആളുകളെ പീലാത്തോസിന്റെ പടയാളികൾ വേഷപ്രച്ഛന്നരായി വന്ന് അവര് ബലി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവരെ അവിടെ വെച്ച്
കൊന്നുകളഞ്ഞ് ഇത് ഹേറോദോസിന് ഒരു സന്ദേശം പകർന്നു കൊടുക്കുന്നതായിരുന്നു എന്ന് ജോസഫസ് പറയുന്നു. എന്താണെങ്കിലും രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് 18 പേര് ശീലോഹോം ഗോപുരം വീണു മരിച്ചവരെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, യെരൂശലേം നഗരത്തിലേക്കുള്ള ജലം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ കനാലുകളുണ്ടല്ലോ, നമുക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അതുപോലെ അക്വിഡേറ്റ്, ഇപ്പോഴും യെരൂശലേമിൽ ചെന്ന ആളുകൾക്കറിയാം, പണ്ടത്തെ ആ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായ അക്വിഡേറ്റ് അവിടെ നമുക്കിപ്പോഴും കാണാനായിട്ട് കഴിയും. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗോപുരത്തിൻ്റെ അഗ്രം വീണ് 18 പേര് മരിച്ചു. അവരെക്കുറിച്ച്, ആ സംഭവത്തെക്കുറിച്ചാണ് ഇത് രണ്ടും പറയുന്നത്. ഇത് രണ്ടും കർത്താവ് ഇവിടെ പറയാൻ ഈ സ്ത്രീയുടെ, കൂനിയായ സ്ത്രീയുടെ ഈ ജീവിതവുമായിട്ട്, ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുത്താൻ 2 കാര്യങ്ങളാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, ഈ ആളുകൾ അവർ നിങ്ങളെക്കാൾ പാപികളായിട്ടല്ല അവർക്ക് അങ്ങനെ ദുരന്തം സംഭവിച്ചത്. ഈ സ്ത്രീ ഇങ്ങനെ ആയിരിക്കുന്നത്, അവളുടെ ഈ കൂനം, ഇവളുടെ ഈ രോഗം എന്ന് പറയുന്നത് അവളുടെ കുറ്റം കൊണ്ടല്ല. കാരണം യഹൂദന്മാരുടെ ശക്തമായൊരു ചിന്തയായിരുന്നു, പാപം ആണ് രോഗം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് ഈ കുരുടന് സൗഖ്യം കൊടുക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആൾക്കാർ, ഇത് ഇവന്റെ പാപമാണോ ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണ്? പാപവും രോഗമുണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് പക്ഷപാതക്കാരനോട് പറയുന്നുണ്ട്, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ എല്ലാം അങ്ങനെയല്ല എന്നുള്ളത് ഇവിടെ ഒന്നാമത് ഈ സ്ത്രീ ആ മറ്റുള്ളവരെ പോലെ തന്നെ ഇവളുടെ കുറ്റം കൊണ്ടല്ല. രണ്ടാമത് 18 പേര് അവിടെ മരിച്ചവരെ ആ നമ്പർ പോലും ഇവിടെ ഒന്ന് കൊണ്ടുവരികയാണെന്ന് ചില വേദപണ്ഡിതന്മാർ പറയുന്നു. അപ്പം അതുകൊണ്ട് ഈ 2 സംഭവങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കൂനിയായ സ്ത്രീയുടെ ആ ജീവിതത്തിലേക്ക് അത് ബന്ധിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ വേർഡ് ബൈ വേർഡായിട്ടുള്ളതായ നമുക്ക് ഓരോ വാചകങ്ങളിലേക്ക് കിടക്കാം. 10ാമത്തെ വാചകം നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? അതായത് സംഘാലയങ്ങളിലൊന്നിൽ എന്നുവരുടെ യഹൂദന്മാരുടെ പള്ളി, അവരുടെ സിനഗോഗ്, അവിടെ ശാബത് ദിവസമാണ്. ശാബത് എന്ന് പറഞ്ഞാൽ എന്താ? ശാബത് എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദന്മാർ എന്താ ശാബതായിട്ട് ആചരിച്ചിരുന്നേ? 6 ദിവസം വേല ചെയ്ത് 7ാമത്തെ ദിവസം വിശ്രമിക്കുക, ആരാധിക്കുക. ആ ശാബതാചരണത്തെ കുറിച്ച് പഴയ നിയമത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഏത് പുസ്തകത്തിലൊക്കെയാണെന്നറിയാം? പ്രധാനമായിട്ടും പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം എന്ന് കുറിച്ച് വെച്ചു. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം. അതുപോലെ ആവർത്തന പുസ്തകത്തിൽ 5:15 അതും പ്രത്യേകമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ താഴേക്ക് വരുന്ന വാചകങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുറപ്പാട് 35-ലും ആവർത്തനം, അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശാബത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് 11ാമത്തെ വാക്യം, 18 സംവത്സരമായി കൂനിയായിരുന്ന ഒരു സ്ത്രീയെ, 18 സംവത്സരം 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ, അവൾ പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ശാബത്ത് ദിവസം അവിടെ വന്ന് അവിടെ കർത്താവ് വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെക്കുറിച്ച് പറയുന്നത് രോഗാത്മാവ് ബാധിച്ച ഒരു ഇത്. ഇന്നിപ്പോൾ ഇവളുടെ ഈ കൂനെന്ന് പറയുന്നത് ഇപ്പം അധികം പേരെ അങ്ങനെ കാണാറില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഈ ചില ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളാണ്, അവർക്കൂടെ ഈ മുറ്റമൊക്കെ അടിച്ചടിച്ചടിച്ച് ഈ ചില ആളുകൾ ഇങ്ങനെ കൂന് പിടിച്ച്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഒട്ടും നിവരില്ലായിരുന്നു. കൂന് അതുപോലെ കൂനി ആയിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ കൂനിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സയൻസ് പറയുന്നത് ആങ്കിലോസിങ് സ്പോണ്ടലോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന് ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു സൈസ് ആർത്തറൈറ്റിസ്, അത് നട്ടലിനും സ്പൈനൽ കോഡിനും അതിന് ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ അതിന് ഇൻഫ്ലമേഷൻ വന്നിട്ട് നമ്മുടെ എല്ലുകൾ ഇങ്ങനെ സ്റ്റിഫാവും, അതിങ്ങനെ വളയ്ക്കാൻ പറ്റാത്ത റിജിഡാവും. അപ്പം മുന്നോട്ട് വളയുമ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നത് കൊണ്ട് ഈ ആളുകൾ മുന്നോട്ട് വളഞ്ഞ് ഇതിങ്ങനെ സ്റ്റിഫായിട്ട് പിന്നീട് പുറകോട്ടത് പോരാനായിട്ട് സാധിക്കില്ല. ഞാൻ ആ കാര്യം പറയാനല്ല. ഇവിടെ പറയുന്നത് ഇങ്ങനെ 18 വർഷക്കാലം ഭൂമി മാത്രം കണ്ടുകൊണ്ട് ആകാശം പോലും കാണാൻ കഴിയാതെ ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ച്, നമുക്കൊരല്പം നടുവെന്ന് വരുമ്പോഴത്തേക്ക് നടക്കാൻ വേദനയാണ്. ഇത് 18 വർഷമായിട്ട് വളഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്. പക്ഷെ അവള് എവിടെയാ വന്നിരിക്കണേ? പള്ളിയിൽ വന്നേക്കുക. ഇത് നമുക്കൊരു ചലഞ്ചല്ലേ, നമുക്കൊരു പാഠമല്ലേ? ഇത്
നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അവൾ വരുന്നതെന്ന് ഇന്നത്തെ പോലെ സ്കൂട്ടറോ, ഇന്നിപ്പോൾ ഇവിടെ വന്നേക്കണ എല്ലാവരും വാഹനത്തിലാണ് വന്ന് നമ്മളൊക്കെ അല്ലേ. നടന്നു വരണം. എത്ര ദൂരം നടന്നാ വന്നതെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയമില്ല. എത്ര നേരം നടന്നിട്ടുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച്. എത്ര സമയം എടുത്ത് കാണും ആ പാവം പള്ളിയിൽ വരാനായിട്ട്, ആ ആരാധനയ്ക്ക് വരാനായിട്ട്. അപ്പം അവിടെ ആ സ്ത്രീ അവൾ ആ ആരാധനയ്ക്ക് വരികയാണ്. ഇത് നമുക്കൊക്കെ യൂറോപ്പിലൊക്കെ പറയും, നല്ല പള്ളിയിലെ ആൾക്കാർ വരാത്ത എൻ്റെ തിരുമേനി ഈ മഞ്ഞത്ത് എങ്ങനെയാണ് പള്ളിയിൽ വന്നേ, അല്ലെങ്കിൽ നല്ല കാലാവസ്ഥ സമ്മറിലാണെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ കണ്ടല്ലോ, ഇത്രയും നല്ല വെതറുള്ളപ്പോൾ എങ്ങനെയാണ് പള്ളിയിൽ വന്നേ. അതല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ചെറിയ പനി അല്ലെങ്കിൽ ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്കും ആരാധന മുടക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമായിട്ട് പലപ്പോഴും നമ്മളത് മാറ്റിവെക്കുകയാണ്. പക്ഷെ ഈ സ്ത്രീ അവൾക്ക് അതുപോലെ ഒരവസ്ഥയിലും അവരാരാധനയ്ക്ക് വരികയാണ്. ചില ആളുകൾ പറയും, കൊച്ചിന് ട്യൂഷനുണ്ട്, ഞായറാഴ്ചയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് ആരാധന മാറ്റി വയ്ക്കുമ്പോൾ ഈ സ്ത്രീ നമുക്കൊരു ചലഞ്ചാണ്. ഞാൻ ആ ഭാഗം പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. 12ാമത്തെ വാചകം, ഞാനത് സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു, അവളോട് പറഞ്ഞു, രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ കൈവച്ച് അവളെ തൊട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. യേശു അവളെ കണ്ടു. ഇവളുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണൂല ഇതിനകത്ത്. കാരണം 10-18 വർഷമായിട്ട് അറ്റ്ലീസ്റ്റ് അവൾ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്നും പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ ഇതിനൊരു ഈ രോഗത്തിനൊരു സൗഖ്യം ഒന്ന് തരണേ, എനിക്കൊന്ന് കിട്ടണേ. പ്രാർത്ഥിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും, എനിക്കൊരു ആശ്വാസം തരണേ. പക്ഷെ അവൾക്ക് ഈ 18 വർഷമായിട്ടും ഒരു സൗഖ്യവും കിട്ടിയില്ല. പക്ഷെ ഇവള് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായൊരു സമയത്താണ് കർത്താവ് അവളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, അല്ലേ? അവളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു സമയത്ത്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ സമയത്ത് ദൈവിക ഇടപെടല്. നമ്മളൊക്കെ പലപ്പോഴും പതറിപ്പോകാറുണ്ട്. ഞാൻ എത്ര ആളായി ഒരു വിഷയം വെച്ച് എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ സാമ്പത്തിക പ്രശ്നം മാറാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ആവശ്യങ്ങൾ ഒരു പ്രയോജനവും ഇല്ലയോ എന്ന് ചിന്തിച്ച് നമ്മളൊക്കെ പതറിപ്പോകുമ്പോൾ ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മൾ ആ സമയം ഇന്ന സമയത്തിനുള്ളിൽ നടത്തി തന്നെ. പക്ഷെ ദൈവത്തിനൊരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ. ആ ഇടപെടൽ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിരിക്കും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ്റെ അമ്മയുടെയും സഖര്യാ പുരോഹിതനും എലിസബത്തും. പുരോഹിതനാണ്, പുരോഹിതന്റെ ഭാര്യ. അന്ന് കൊച്ചുങ്ങളുണ്ടായിരുന്നാൽ അവള് ശപിക്കപ്പെട്ടവളെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ശാപമാണ്. ഒരു പുരോഹിതന്റെ അച്ഛൻ്റെ ഭാര്യയാണെന്ന് വിചാരിക്കണം. അവരെക്കുറിച്ച് സമൂഹം ചിന്തിക്കുന്ന എന്തോരം വഴിപാടർപ്പിച്ചു, യാഗമർപ്പിച്ചു, ഇതെല്ലാം ചെയ്തിട്ടും പക്ഷേ അപ്രതീക്ഷിതമായി എല്ലാ പ്രതീക്ഷകളും തീർന്നു. ഇനി അതിനെക്കുറിച്ചും ചിന്തിക്കണ്ടെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിലേക്ക് വരിക. എന്തിനായിരുന്നു? സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും ഉന്നതനായ യോഹന്നാൻ സ്നാപകന്റെ അപ്പനും അമ്മയുമായി തീരാൻ ഭാഗ്യം കൊടുത്ത. ഞാനത് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീയുടെ ജീവിതത്തില് പ്രതീക്ഷിക്കാതെ അവൾ പ്രാർത്ഥന മുടക്കിയില്ല, ആരാധന മുടക്കിയില്ല, നിരാശപ്പെട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവൾ നിരാശപ്പെടാതെ ദൈവത്തിൽ മുറുകെ പിടിച്ച് തൻ്റെ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവിക ഇടപെടൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വരികയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ സമയം വയ്ക്കും, ഇത് ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ചില കൊച്ചുങ്ങൾ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറയുമ്പോഴത്തേക്കും പോയി കത്തിച്ച് തിരി ഊതി കിടത്തിയ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവളെ കർത്താവ് കാണുകയാണ്. അവൾ കർത്താവിനെ ഒരു പക്ഷേ അവൾ കാണുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടെ, അവളെ കാണുകയാണ്. കർത്താവ് അവളെ അടുക്കലേക്ക് വിളിക്കുകയാണ്. ഈ സിനഗോഗില് ചില സന്ദർഭങ്ങളിൽ ഇപ്പോഴാണ് നമ്മുടെ ഈ മട്ടാഞ്ചേരിയിൽ ഒരു സിനഗോഗുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടാകും ആരെങ്കിലും, കുറച്ച് പേരൊക്കെ. യഹൂദന്മാരുടെ ഒരു പള്ളിയുണ്ട് മട്ടാഞ്ചേരിൽ. അതിൽ സ്ത്രീകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിലൊരു ബാൽക്കണിയുണ്ട്. അവിടെയാണ്. 1-ാം നൂറ്റാണ്ടിൽ കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, മിക്സ്ഡ് ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സ്ത്രീകൾ ഏറ്റവും പുറകിലും പുരുഷന്മാർ മുമ്പിലുമായിട്ടുള്ളൊരു ക്രമീകരണമായിരുന്നു. ഇവിടെ ഈ സ്ത്രീ ഇരുന്നത് തീർച്ചയായിട്ടും ഈ പുറകുവശത്തായിരിക്കണം. അപ്പൊ കർത്താവ് അവളെ വിളിക്കുകയാണ്. കർത്താവ് ഇരിക്കുന്നത് ഏറ്റവും മുൻപിലാണ്.
ആ മുൻപിലേക്ക് പുരുഷന്മാര് അതിൻ്റെയും മുമ്പിലേക്ക് കർത്താവ് അവളെ വിളിച്ച് എന്താ ചെയ്യുന്നത്? നിവർത്തി നിർത്തുകയാണ് അവിടെ. ഇതാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സ്ത്രീകളോട് അല്ലെങ്കിൽ സമൂഹത്തിൽ തള്ളപ്പെട്ടവരുടെ ആറ്റിറ്റ്യൂഡ്. ഒരു സ്ത്രീയെ അവിടെ നിവർത്തി നിർത്തുമെന്ന് പറഞ്ഞാൽ പള്ളിയുടെ മധ്യത്തിൽ, സഭയുടെ മധ്യത്തിൽ, സമൂഹത്തിന്റെ മധ്യത്തിൽ അവളെ നിവർന്നു നിൽക്കാനായിട്ട് കർത്താവ് അവളെ പ്രാപ്തയാക്കുകയാണ്. അതാണ് ഇതിൻ്റെ. ചുമ്മാ സൗഖ്യം കൊടുക്കുകയില്ല, അവളെ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുമ്പിലേക്ക്, സഭയുടെ മുൻപില് സ്ത്രീത്വത്തെ നിവർത്തി നിർത്തുന്നവനായ കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക്, സഭാജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ സ്ത്രീയെ കർത്താവ് കൊണ്ടുവരികയാണ്. ഇത് നമുക്ക് സഭാ നേതൃത്വത്തിനും എല്ലാവർക്കും ഒരു വലിയ ചൂണ്ടുപലകയായിട്ട് ക്രിസ്തു ഈ സംഭവം നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ ഇവിടെ ഞാൻ പെട്ടെന്ന് കടന്നു പോകട്ടെ. ഇവിടെ 2-3 കാര്യങ്ങൾ കൂടെയുണ്ട്. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ബന്ധനം അഴിക്കുക. നിന്റെ ബന്ധനം അഴിച്ചിരിക്കുന്നു. അത് 15-ാമത്തെ വാചകത്തിൽ വരുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. അതിന് വലിയൊരു അർത്ഥമുണ്ട്, ഈ ബന്ധനത്തിനും ഈ അഴിക്കലിനും. പിന്നെ മറ്റൊരു വാക്കാണ് ഇവിടെ പറഞ്ഞത്, അവളെ തൊട്ടു കർത്താവ്, അവളുടെ മേൽ കൈവച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കി. കർത്താവിനൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. മോളെ, നീ നിവർന്നു നിൽക്കാൻ ഒരു വാക്ക് പറഞ്ഞ. എന്തിനാ അവളെ തൊട്ടത്? 2 കാര്യങ്ങളുണ്ട് ഈ തൊടിയിൽ, ഈ സ്പർശനത്തിൽ. ഒന്ന്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അന്ന് അവരുടെ വ്യക്തിത്വം, സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു പരപുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിക്കുക എന്നൊരു ടാബു ആയിട്ടിരുന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ തൊടാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. കുഷ്ഠരോഗികൾ. ഒരാൾ കുഷ്ഠരോഗിയെ തൊട്ടാൽ ആ തൊടുന്നവനും അശുദ്ധനായിത്തീരുന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പൊ ഇവിടെ കർത്താവ് അവളെ തൊട്ടു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളൊരു ദൈവശാസ്ത്രമുണ്ട്. മനുഷ്യനെ മണ്ണുകൊണ്ട് ദൈവം ഏദൻ പർദീസയിൽ ആരാ സൃഷ്ടിച്ചേ? ദൈവം തന്റെ കരങ്ങൾ കൊണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങൾ തന്നെ ഇവിടെ ഈ അപൂർണതയെന്ന് ചിന്തിച്ചിരുന്ന ആ സ്ഥാനത്ത് തൻ്റെ സൃഷ്ടിയായ തൻ്റെ മകളെ, അവളെ തൊട്ട് ആ പൂർണ്ണതയിലേക്ക് അവളെ നിവർത്തുകയാണ്. അപ്പൊ അതിന് ദൈവശാസ്ത്രപരമായൊരു അർത്ഥം കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാന്ത്വന സ്പർശം. നമുക്കറിയാം, ഒരാൾ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളോടൊരു വാക്ക് പറയുന്നതും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ചേർത്ത് നിർത്തുന്നതും. ഇപ്പൊ മരണ വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആളുകളെ ചേർത്ത് പിടിക്കും നമ്മൾ. ആ ഒരു സ്പർശനം, സാന്ത്വന സ്പർശനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കുറേ നാളുകൾക്ക് മുൻപ് നമ്മുടെ ഒരു പുസ്തകത്തിൽ ഒരു യാചകന്റെ തത്വവിചാരം എന്ന് പറയുന്ന ഒരു ഇഗ്നേഷ്യസ് അച്ഛൻ്റെ ഒരു സംഭവം വായിച്ചു. ഒരു കത്തോലിക്ക സഭയിലെ അച്ഛനാണ് അദ്ദേഹം. എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വേറൊരു അച്ഛനുമായിട്ട് ലൂർദ് ആശുപത്രിയുടെ അവിടെ പള്ളിയിൽ നിന്ന് അവർ കുർബാനയും കഴിഞ്ഞ് അങ്ങ് പോകുമ്പോൾ ആ റോഡ് സൈഡിൽ ശരീരം മുഴുവനും പൊള്ളി വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അപ്പം ആരും കണ്ടാൽ അറയ്ക്കും, അതുപോലെ ശരീരത്തിൽ അങ്ങനെ വ്രണങ്ങൾ നിൽക്കുക. അപ്പം ഈ അച്ഛൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ അച്ഛൻ ആ ഭിക്ഷക്കാരൻ്റെ അടുത്തേക്ക് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പൈസ വെച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൽ തൊട്ടിട്ട് അച്ഛൻ നെറുകയിൽ വെച്ചു. ഉടൻ തന്നെ ഈ ഭിക്ഷക്കാരൻ ഒരൊറ്റ നിലവിളി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. അപ്പൊ അത് കഴിഞ്ഞ് അവരെ കടന്നു പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ ചോദിച്ചു, അച്ഛൻ എന്തിനാണ് ആ മനുഷ്യനെ തൊട്ടത്? ആ പൈസ കൊടുത്തിട്ട് പോന്നാ പറഞ്ഞു. അപ്പൊ ആ അച്ഛൻ പറഞ്ഞു, വിഘ്നേശ്വര അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, നമ്മൾ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് വരികയാണ്. ആ അൾത്താരയില്, ആ ത്രോണോസില് നമ്മൾ സ്പർശിച്ച ആ കർത്താവിനെയാണ് ഞാനിപ്പോൾ തൊട്ടത്. ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യും. ആ കർത്താവിനെയാണ് ഞാൻ തൊട്ടത്, എൻ്റെ കർത്താവിനെയാണ് ഞാൻ തൊട്ടത്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ ശരീരത്തിലൊന്ന് തൊടുന്നത്. എന്നിട്ട് ചോദിച്ചു, എന്താ മനുഷ്യൻ പറഞ്ഞത്? എൻ്റെ ദൈവമേ എന്നുള്ളത് വിളിച്ചെന്നല്ല, വിളിച്ചതെന്തിനാ? അപ്പൊ പറഞ്ഞു,
ആ യാചകനിലെ ദൈവം പുരോഹിതനിലെ ദൈവത്തെ കണ്ടു. എന്നിലെ ദൈവത്തെ, ആ യാചകനിലെ ദൈവത്തെ കണ്ടു. ഞാനിത് പറഞ്ഞത് ഒരു സ്പർശനത്തിന് വേണ്ടി, ഒരു സ്പർശത്തിന് വേണ്ടി കൊതിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടും. പുറത്തൊന്നും വേണ്ട, കുടുംബത്തിൽ നിങ്ങൾ നോക്ക്, സ്നേഹത്തോടുകൂടെയുള്ള ഒരു നോട്ടം, ഒരു സ്പർശനം. ദാമ്പത്യ ജീവിതത്തിൽ ഇന്ന് ഒത്തിരി അപചയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും സംഭവിക്കുന്നത് ജീവിത പങ്കാളികൾ തമ്മിലുള്ള പരസ്പര ഉത്തരവാദിത്വം നിർവഹിക്കാതെ. ഒരിക്കല് ഒരു മനുഷ്യൻ പറഞ്ഞു, ഭാര്യ രണ്ടുപേരും 2 മുറിയിലാണ് താമസിക്കേണ്ടത്. ഒരു പ്രതികാരമാണ് ജീവിതത്തിൽ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ബന്ധത്തിൽ ലഭിക്കേണ്ട സ്നേഹവും ആ സ്പർശനവുമെല്ലാം അത് നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ ഒത്തിരി കുടുംബങ്ങളിൽ കിടക്കുന്നുണ്ട് പ്രായം ചെന്ന മാതാപിതാക്കള്. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ആ അടുത്ത് ചെന്നിരുന്ന കൈയും കാലവും തടവി കൊടുക്കാൻ, ഒരു സാന്ത്വന വാക്ക് പറയാൻ പലപ്പോഴും അവിടെ അടുത്ത മുറി കിടക്കും. വല്ലവരും വന്നു കഴിഞ്ഞാൽ കാണാൻ പോലും നമ്മൾ ചിലര് ശ്രദ്ധിക്കാറില്ല. മരിച്ചു കഴിയുമ്പോൾ ഉമ്മ വെച്ച് നക്കി തോർത്തും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചുംബനം. പെറ്റു വളർത്തിയ അപ്പനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഡെഡ് ബോഡിയിൽ എന്തെല്ലാം ചെയ്തിട്ട് അവർക്ക് അറിയുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രിയമുള്ളവര്, മക്കള്, ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കള്, മക്കള്, ഇവിടെയാണ് സ്നേഹത്തിന്റെ സ്പർശം. അത് ലഭിക്കാതെ ഇന്ന് ഒത്തിരി ജീവിത മണ്ഡലങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്നതായ ആ ഉറവ പറ്റിയിരിക്കുന്ന. ഇവിടെ കർത്താവ് ആ സ്ത്രീയെ, കൂനിയെ, കർത്താവിൻ്റെ വാക്കുകൊണ്ട് ആ സ്നേഹത്തിലേക്ക്, തൻ്റെ ആ സ്നേഹസ്പർശത്തിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട്, പക്ഷെ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. 13-ാമത്തെ വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. അവർ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ഇവൾക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ന് പലപ്പോഴും സ്ത്രീയുടെ സ്വാഭിമാനം, ഇവളെ നിവർന്നു നിർന്നു എന്ന് പറഞ്ഞത് അവളുടെ ശരീരത്തിന് നട്ടല്ലു മാത്രമല്ല, അവളുടെ സ്വത്വം വീണ്ടെടുക്കുകയാണ്. ആ സമൂഹം അടിച്ചേൽപ്പിച്ചിരുന്നതായ അതിൽ നിന്ന് അവൾക്ക് ഒരു സ്വാഭിമാനം കൊടുക്കുകയാണ്. മോളെ, നീയും ദൈവത്തിന്റെ മകളാണ്, നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നീയും ദൈവത്തിന്റെ സ്വരൂപമാണ്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് മറിച്ചാണ്. മറ്റുള്ളവരുടെ മുൻപിൽ അവളുടെ ശക്തിയും സ്വാഭിമാനവും അതെല്ലാം നിവർത്തി നിർത്തുന്നവനായ കർത്താവ് അവിടെ കാണുകയാണ്. സ്ത്രീത്വത്തിന്റെ മാനം അത് ഉയർത്തി കാണിക്കുകയാണ്. ഇന്ന് സഭയിലും സമൂഹത്തിലുമൊക്കെ പലപ്പോഴും നിവർത്തി നിർത്തേണ്ടതായ, നിവർന്നു നിൽക്കുവാൻ വേണ്ടി സഹായിക്കേണ്ടവര് പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹവുമൊക്കെ കൂനുണ്ടാക്കുന്ന, നിവർന്നു നിൽക്കുന്നവരെ കൂനുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ സ്ത്രീയെ ക്ഷണത്തിൽ അവൾ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. അവൾ അഹങ്കാരിച്ച് മറ്റുള്ളവരോട് പറയല്ല, നിങ്ങൾ കാണ്, അതല്ല, മറിച്ച് എൻ്റെ ദൈവം തന്ന കൃപകളെ അവൾ നിവർന്നു നിന്നുകൊണ്ട് സ്തുതിക്കുകയാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അമ്മമാര്, സ്ത്രീകൾ നിവർന്നാലേ കുടുംബം നിവരുകയുള്ളൂ, സമൂഹം നിവരുകയുള്ളൂ. ആ സ്ത്രീത്വത്തിൻ്റെ വളവ് ഇന്ന് പലപ്പോഴും അതുകൊണ്ട് വരുന്ന അപക്ഷയങ്ങൾ, അത് തങ്ങൾ തന്നെ വളയണേ ആവണമെന്നില്ല, മറ്റുള്ളവർ വളച്ചു നിർത്തിയിരിക്കുന്നതാകാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിവർന്നു നിൽക്കാൻ നമ്മൾ പ്രാപ്തരാവുക എന്നോടൊപ്പം തന്നെ നിവർന്നു നിൽക്കാൻ നമ്മുടെ കയ്യിൽ കുറച്ചു പേരെ തന്നിട്ടുണ്ട്, അവരെ നിവർത്തി നിർത്തണം. ആ നിവർത്തി നിർത്താനുള്ളൊരു വലിയ നിയോഗമുണ്ട്. അവിടെ ആ നിർത്തി നിർത്താനുള്ളതായ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട്. ഒന്നാമത് നമ്മുടെ മക്കളെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ നിവർത്തി നിർത്താൻ നോക്കണം. ഈ കുഞ്ഞുങ്ങള് ഇന്നെല്ലാം പലപ്പോഴും മാതാപിതാക്കൾ പറയുകയാണ്, എൻ്റെ ദൈവമേ, ഈ കൊച്ചുങ്ങൾ, എൻ്റെ തിരുമേനി എല്ലാം വഴിവിട്ട് പോവുകയാണ്, അവർ വളഞ്ഞ വഴിയിലൂടെ പോവുകയാണ്. ഈ വളഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇന്ന് എന്താ ഇത്രയും പേര് ഇതിൻ്റെ അകത്ത് വന്നിരിക്കാൻ കാരണം? വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും
നിവർത്തി നിർത്താൻ കഷ്ടപ്പെട്ട ഒരു തലമുറയുണ്ടായിരുന്നു നമ്മുടെ മുൻപിൽ. അവർക്ക് വലിയ ഡിഗ്രിയോ PhD ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവാശ്രയവും മൂല്യബോധവും ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ, കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു ഡോക്ടറാണ്, ലീന എന്നവരുടെ പേര്. അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, എനിക്ക് വളരെ അത് എന്നെ സ്പർശിച്ചു. അവരുടെ മകള്, ഒരു മോളേ ഉള്ളൂ, ജർമ്മനിയിൽ PhD ചെയ്യാണ്. അപ്പോൾ ആ കൊച്ചിനെ കുറിച്ച് ഇവർക്ക് ഭയങ്കര ആകുലത. എപ്പോൾ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, മോളെ അവിടുത്തെ ഇങ്ങനെ അവിടെ ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്മയോട് പറയാ, PhD ചെയ്തുകൊണ്ടിരിക്കണേ ആ പെൺകുട്ടി പറയാന്ന് പറഞ്ഞു. അതെങ്ങനെയാ, എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരു CCTV അവിടെ ഇരിക്കുകയല്ലേ, ഒരു CCTV. അപ്പോൾ ചോദിച്ചു, നീ ആ താമസിക്കുന്നോട്ട് CCTV വെച്ചിട്ടുണ്ട്? അല്ലെന്നേ, മോളിലെ ആരാ ഈ CCTV? ആ പറയുന്നത്, ആ PhD-കാരി പറയാണ്, ഇതെല്ലാം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കാണുന്ന ഒരാൾ മുകളിലിരിക്കുകയല്ലേ. അപ്പൊ ഈ സ്ത്രീ എന്നോട് പറയാ, തിരുമേനി, മോള് 6ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ ബോർഡിങ്ങിലായിരുന്നു, കത്തോലിക്ക സിസ്റ്റേഴ്സിന്റെ ഇത് ആയിരുന്നു. പക്ഷെ അവളെ ഞാൻ കൊച്ചുനായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവും, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും. അത് കിടക്കാൻ നേരത്ത് ഈ കുഞ്ഞിനെ മോക്ക് ഞങ്ങള് നമ്മുടെ വിശുദ്ധന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കും, വേദപുസ്തകത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ടായിരിക്കും അവൾ ഉറങ്ങണത്. മാത്രമല്ല, ഇതെല്ലാം കാണുന്ന, നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു അവബോധം അവൾക്ക് ഞാൻ ചെറുപ്പത്തിൽ കൊടുത്തു. എന്നിട്ട് ഇന്നിപ്പോൾ അവൾ PhD-കാരായി, അവൾ തന്നെ ജർമ്മനി ജീവിക്കുമ്പോൾ അവർ എന്നോട് പറയുകയാണ്, ഇതൊക്കെ ഒരു CCTV വെച്ചിട്ടില്ലേ? എവിടെ നിന്ന് കിട്ടി ഈ അവബോധം? എന്നെ കാണുന്ന, ഞാൻ പ്രവർത്തിക്കുന്ന നേരിന്റെ വഴികളിലൂടെ നടക്കണമെന്ന് വളഞ്ഞു പോകാതെ നിവർന്നു നിൽക്കാൻ എന്നെ പഠിപ്പിച്ച, എൻ്റെ ദൈവത്തെ പകർന്നു തന്ന എൻ്റെ അമ്മ, ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ എത്ര പേര് സന്ധ്യയ്ക്ക്, ഞാൻ ജർമ്മനിയിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും ഒക്കെ എൻ്റെ ജർമ്മൻകാർ കൂട്ടുകാർ അവരുടെ വീടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവിടത്തേക്കാൾ കൂടുതൽ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഒക്കെ എത്ര ഇതായിട്ടില്ല. ഇന്നും ഒരു പ്രൊഫസറുണ്ട് റേഗൻസ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ, അദ്ദേഹം കുഞ്ഞിനെ, കൊച്ചുങ്ങളെ കൊടുക്കാൻ നേരത്ത് എന്താ ചെയ്യണമെന്നറിയോ? എഫി എന്ന അവൻ്റെ ഭാര്യയുടെ പേര്. കൊച്ചുങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റോറീസ് വായിച്ചു കൊടുക്കും. അതല്ലാണ്ട് ഇതിൻ്റെ അകത്ത് മൊബൈൽ ഫോണിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് കിടക്കുകയല്ല. ഇത് കണ്ടു കഴിയുമ്പോൾ പല അമ്മമാർ പറയും, കൊച്ചുങ്ങൾക്ക് ഉറക്കമില്ല, രാത്രി ഞെട്ടി ഉണരുക. കാരണം ഈ ബ്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, കണ്ട് ഭീകരമായ സംഭവങ്ങൾ കണ്ടുകൊണ്ട്. വിശുദ്ധന്മാരുടെ ജീവിതം, വിശ്വാസം, ദൈവത്തെ പകർന്നു കൊടുക്കുക. ഒരു 5 വയസ്സ് വരെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇടയ്ക്ക് വേറെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു കത്തോലിക്ക അച്ഛൻ പറഞ്ഞൊരു സംഭവം. പണ്ടൊക്കെ നമുക്ക് വിശുദ്ധ ഗീവർഗീസ് സഹോദ ആരാന്നറിയാമായിരുന്നു, നമ്മുടെ വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു. ഇന്ന് കൊച്ചുങ്ങൾക്ക് ഇതിനെ പലരും ഇത് അറിയില്ല ആരാന്ന് പോലും. അപ്പോൾ ഒരു കത്തോലിക്ക അച്ഛൻ ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞതാ, ഒരു പള്ളിയിൽ കല്യാണം നടക്കുക. ഈ കല്യാണത്തിന് കത്തോലിക്ക സഭയിൽ അതിനു മുമ്പ് കുർബാനയുണ്ട്. എല്ലാവരും വന്ന് കുർബാനയ്ക്ക് ഇങ്ങനെ വളരെ ഭക്തിയോടുകൂടെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ സമയത്ത് നിരന്ന് പള്ളി മുഴുവനും വളരെ നിശബ്ദമാണ്. അപ്പോൾ ഒരു ഫാമിലി വന്നവിടെ ഇരിപ്പുണ്ടാണ്. അപ്പോൾ ഏറ്റവും മുമ്പിലിരിക്കുന്ന ഒരു കുടുംബം, അവിടെ ഒരു കൊച്ചനുണ്ടായിരുന്നു. ഈ മദ്ബഹായുടെ ആ തിരശ്ശീല മാറ്റി കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് പള്ളിയിൽ പിൻ ഡ്രോപ്പ് സൈലൻസ്, ആ കൊച്ചൊരൊറ്റ അലർച്ച, ബാഹുബലി എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ അലർച്ച. എല്ലാവരും നോക്കി, ഇത് എന്നെ ഈ ബാഹുബലി എന്നാ സംഭവം എന്നറിയോ? ഗീവർഗീസാദായുടെ ഫോട്ടോ ഇരിക്കുക പള്ളിയകത്ത്. കൊച്ചിന് ഗീവർഗീസാദായി അറിയാൻ പറ്റില്ല, പക്ഷെ ബാഹുബലി കൊച്ചു കണ്ടിട്ടുണ്ട്. ഇതാണ് സഹതായെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ കൊച്ചുങ്ങൾ ഇത് പരിചയപ്പെടുത്തുകയാണെന്ന്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടിട്ട് കൊടുക്കുക. നമുക്ക് തിരക്കാണ്. ഞാൻ പറഞ്ഞത് ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറി. കുഞ്ഞുനാളിലെ അമ്മ മടിയിൽ തന്നെ കൊടുക്കുന്ന ആ വിശ്വാസം ഞാൻ സാക്ഷ്യമായിട്ട് പറയാറുണ്ട്. എൻ്റെ അപ്പനും അമ്മയും കുഞ്ഞുനാളിൽ അമ്മച്ചി കിടക്കാൻ നേരത്ത് നെറ്റിയിൽ കുരിശു വരച്ചു ചൊല്ലുന്ന പ്രാർത്ഥന, ജർമ്മനിയിൽ പോയി ഡോക്ടറേറ്റ് വരെ എടുക്കാൻ ഭാഗ്യം ദൈവം, എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ. എന്നാൽ ഇന്നും കിടക്കാൻ നേരത്ത്, മെത്രാപ്പോലിത്തയായിട്ടും കിടക്കാൻ നേരത്ത് എൻ്റെ അമ്മ ചൊല്ലിത്തന്ന ആ പ്രാർത്ഥനയും കുരിശും വരയ്ക്കാണ്ട് കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. അത് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങും. കുഞ്ഞുനാളിലെ ഹൃദയത്തിലേക്ക് നിവർന്നു നിൽക്കാൻ, എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കാൻ, നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കാൻ, നിവർത്തി നിർത്താനും കൂടെ നമുക്ക് സാധിക്കട്ടെ. മറ്റൊരു കാര്യവും കൂടെ പറയട്ടെ.
മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ മക്കളെ വളർത്താൻ സാധിക്കണം, ഈ കൂന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് റിയാലിറ്റി ഷോയിലും ഫാഷൻ ഷോയിലും ഒക്കെ മക്കളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തത്രപ്പെടുന്ന മാതാപിതാക്കളെ കാണാറുണ്ട്. എന്നാൽ ആരാധനയും പ്രാർത്ഥനയും കുടുംബത്തിൽ, പണ്ടൊക്കെ പറയാറുണ്ട് പള്ളി പോടാന്ന് പറയുന്ന കൊച്ചു രക്ഷപ്പെടൂല, വാ മോനെ എന്ന് പറയുന്നത് വാടാ എന്ന് പറയുന്നത് രക്ഷപ്പെടുന്നു പറഞ്ഞാൽ എന്താ? നമ്മൾ കൂടെ ജീവിച്ച് നടന്നു കാണിച്ചു കൊടുക്കണം. യാഥാർത്ഥ്യ ബോധത്തോടെ നോ പറയേണ്ടിടത്ത് നോ പറയാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ഞാൻ ഇന്ന് പലപ്പോഴും കാണുന്നൊരു സംഗതി എന്ന് പറയുന്നത്, കല്യാണം കഴിച്ച് ഒരു 6 മാസം തയ്ക്കണില്ല, 1 വർഷം തയ്ക്കണില്ല, അതല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു വിഷയം തോറ്റു കഴിഞ്ഞാൽ എന്നാ? ആത്മഹത്യ. കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീരുന്നത്? ഞാൻ മാതാപിതാക്കളെ മാത്രം കുറ്റം പറയല്ല, പക്ഷേ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ കുഞ്ഞുങ്ങളെ വളർത്താതെ ആകാശപ്പറവകളാക്കി വിടുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 1, 2 ഒക്കെ ഉള്ളു. പണ്ട് 5, 6, 8, 10 ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഷെയറിങ്ങും കെയറിങ്ങും സഫറിങ്ങും എല്ലാം കുടുംബത്തിൽ പഠിക്കും. ഇന്നൊരു കൊച്ചിന് ഒരു കോംപ്രമൈസ്, കാരണം അവൻ്റെ ഒരു സാധനം പങ്കുവെക്കേണ്ട കാര്യം വരുന്നില്ല. മാതാപിതാക്കളെ ചിന്തിക്കണേ എന്താ, എനിക്കോ ഇതൊന്നും പറ്റിയില്ല, എൻ്റെ കൊച്ചിനെങ്കിലും ഒരു ബുദ്ധിമുട്ടറിയില്ല. തെറ്റാണ്. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിയിച്ച്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്താനല്ല, ആ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ഇത് പറഞ്ഞു കൊടുത്ത് അത് ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളൊരു കല്യാണ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ, കുടുംബവഴക്കുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു അമ്മ പറയുകയായിരുന്നു, ഈ മോളെക്കുറിച്ച് പറയുക, മറ്റവരുടെ വീട്ടിൽ ഒത്തിരി പണിയാണ്. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൊച്ചിനെ ഞാനൊരു കാപ്പി പോലും ഉണ്ടാക്കാനായിട്ട് എൻ്റെ മോളെ വീട്ടിലൊരു കാപ്പി പോലും ഞാൻ ഉണ്ടാക്കിച്ചിട്ടില്ല. വലിയ അഭിമാനത്തോടെ 10-27 വയസ്സായൊരു പെണ്ണിനെ. ഞാൻ പറയുന്നത്, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നന്നാക്കുകയാണോ? നമ്മളിന്ന് യൂറോപ്പിനൊക്കെ പിള്ളേരെ വിടുന്നുണ്ട്. 12 വയസ്സാകുമ്പോഴത്തേക്ക് അവിടെ ഒരു കൊച്ചു സകല വീട്ടുപണിയും ചെയ്യാനായിട്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രാപ്തരാകും. അപ്പനും അമ്മയ്ക്കും പണം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പലപ്പോഴും എന്താ, സ്നേഹം കൊടുക്കേണ്ടിടത്ത് 10 മിനിറ്റ് സമയം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ വല്ലോടത്തോടെയും പോയി കഴിയുമ്പോഴാണ് അയ്യോ കൈവിട്ട് പോയല്ലോ. 10 മിനിറ്റ് സമയം മോളെ ഇന്ന് അല്ലെങ്കിൽ മോനെ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? അമ്മമാരോട് ഞാൻ പറയുന്നത്, അപ്പന്മാരോട് വേറെ കാര്യങ്ങൾ പറഞ്ഞോളാം. നിങ്ങളുടെ കയ്യിലാണ് ആ കുഞ്ഞിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം. അതല്ലെങ്കിൽ ഞാൻ വേറൊരു സംഭവം പറഞ്ഞുകൊണ്ട് ആ കാര്യം കൂടെ പറഞ്ഞോളാം. ഇത് ആകാശപ്പറവുകളായിട്ട് ഒരു കാര്യവും ചെയ്യാതെ, അമിതമായ ശിക്ഷണവും കൊടുത്ത്, ആവശ്യമായ ശിക്ഷണം കൊടുക്കാതെ കുഞ്ഞുങ്ങളെ ചുമ്മാ വഴി തുറന്നു വിടും. ഇവർ പഠിക്കുന്നില്ല ഒരു കോംപ്രമൈസ് ചെയ്യാനായി, ഇവർ പഠിക്കുന്നില്ല ഒരു വിഷയത്തിൽ. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴെന്നാ കോംപ്രമൈസ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം കുടുംബത്തിൽ പഠിപ്പിക്കാൻ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 34 ഇവിടെ ചെറുപ്പക്കാരി പെൺകുഞ്ഞുങ്ങളുണ്ട്. 34 ഒരു സംഭവം നമ്മൾ വേദപുസ്തകത്തിൽ അധികം പരിചയപ്പെടാത്ത ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്നുണ്ട്, സംഭവം പറയുന്നുണ്ട്. ദീന എന്ന അവരുടെ പേര്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ദീന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ, അത് ചുരുക്കി പറഞ്ഞ ഇന്ന് നമ്മുടെ ആധുനിക ലോകത്തെ പെൺകുഞ്ഞുങ്ങളുടെ ഒരു വലിയ ഉദാഹരണമാണ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം കാണിക്കുന്നവർ, അവിടെ യാക്കോബിന് ലേയയിലുണ്ടായ ആ മകളായിരുന്നു ഈ ദീന എന്ന് പറയുന്നത്. എന്താ സംഭവിച്ചത്? അവിടെ കനാനിലേക്ക് ഉള്ള യാത്രയിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ ശേഖേം എന്ന് പറയുന്നതായ പട്ടണത്തിൽ അവിടെ താമസിക്കുന്നു. ഇവൾക്ക് 2 ആങ്ങളമാരുണ്ട്. യാക്കോബിൻ്റെ ഈ ലേയയ്ക്ക് 2 ആങ്ങളമാരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പാളയമടിച്ച് താമസിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ലക്ഷ്യം കനാനിലേക്കാണ്. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയോ, അവിടെ നല്ല മനോഹരമായ ദേശം, നല്ലൊരു പട്ടണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ. ഇതൊക്കെ കണ്ടുകൊണ്ട് ദീന 34 അധ്യായം അവിടെ എന്താ സംഭവിച്ചേ? ഒരു ദിവസം വൈകുന്നേരം ഈ പെങ്കൊച്ച് അവൾ പതുക്കെ പുറത്തുനിന്ന് കറങ്ങാനിറങ്ങി. ജോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് അത് കനാനിയുടെ പ്രകൃതി ആരാധനയുടെ ഉത്സവ ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് രസാ പട്ടണത്തിലെ കാഴ്ചകൾ. സംഭവിച്ചത് ചുരുക്കി പറയട്ടെ, ഈ പെൺകുഞ്ഞ് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ആകർഷകമായ സംഗതികളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ദേശപ്രഭുവായ ശേഖേം അവളെ കണ്ട് പിടിച്ചുകൊണ്ടുപോയി ബലാത്കാരം ചെയ്തു. പിന്നെ അവിടെ നടക്കുന്നത്, ഇവളെ ബലാത്കാരം ചെയ്തു, പിന്നെ നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയാണ്.
ഇവളുടെ ആങ്ങളമാര് അവരെയും ആ ദേശം മുഴുവനും നശിപ്പിക്കുന്നു. അവസാനം യാക്കോബ് അവിടെ നിന്ന് ദേശം വിട്ടു പോകുന്നു. ഞാനിത് ചുരുക്കി പറയുന്നത് സമയക്കുറവ് കൊണ്ടാണ്. ഈ സംഭവം സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ മക്കള് അവര് പുറത്തേക്ക് പോകുമ്പോൾ മക്കളുടെ സൗഹൃദങ്ങൾ ആരുമായിട്ടാണ് ഇവർ കൂട്ടുകെട്ടുകൾ, ഇവരുടെ താല്പര്യങ്ങൾ എന്താണ്, ഇവരുടെ സന്ദർശനങ്ങൾ എന്താണ്. മൊബൈൽ ഫോൺ ഉപയോഗം, അതുകൊണ്ട് സംശയത്തോടെ കാണണമെന്നല്ല. മൊബൈൽ ഫോൺ ഉപയോഗം, മുറിക്കകത്ത് കയറി വാതിലടച്ച് ഒത്തിരി സമയമായിട്ട് വിളിച്ചിട്ട് തുറക്കണില്ല. എന്താണ് അവിടെ നടക്കുന്നത്? അന്വേഷിക്കണം. അത് ഇന്ന് കത്തുന്ന യൗവനത്തിലെ ദീനന്മാരെ കഴുകന്റെ കണ്ണുകളോടെ കാത്തിരിക്കുന്ന ശേഖിമക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കുറേ നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. കുറേ നാളുകൾക്ക് മുമ്പാണ്. കൈ മുഴുവനും വരഞ്ഞ് കീറിയിരിക്കുക. അമ്മമാർ ശ്രദ്ധിക്കണം. വെക്കേഷൻ ജോബിന് കൊച്ച്, ഇപ്പം നമ്മുടെ പിള്ളേർ പോക്കറ്റ് മണിക്കൊക്കെ ഇതിന് പോകുമല്ലോ, പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ കൊച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ല വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. പൈസ എവിടെ നിന്ന് ചോദിച്ചപ്പോഴും പണിയെടുത്ത് കിട്ടണമെന്ന് പറഞ്ഞു. ഈ കേറ്ററിങ്ങിൻ്റെ ഇതിനൊക്കെ പോകുന്നത് എന്ത് പൈസ കിട്ടും നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ നല്ല വില കൂടിയ ഒരു ഐഫോൺ കൊച്ചിൻ്റെ കയ്യിൽ. അപ്പോൾ ചോദിച്ചു, ഇത് എവിടെ നിന്ന് മോളെ ജോലി കിട്ടിയ? 1.25 ലക്ഷം രൂപ വരുന്ന ഐഫോൺ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ജോലി ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്, അവരത് മൈൻഡ് ചെയ്തില്ല. ഒരു ദിവസം പോലീസ് വണ്ടിയിൽ അബോധാവസ്ഥയിൽ ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് ഒരു ഡ്രഗ് മാഫിയ, നമ്മുടെ ഈ ലഹരി മരുന്നുകൾ വിൽക്കുന്ന ഇതിൻ്റെ കണ്ണിയായി ഏജന്റായിട്ട് ഈ കൊച്ചിനെ ഉപയോഗിച്ച് അതിനടിമ. അതാണ് അത് കിട്ടാതെ വരുമ്പോൾ ശരീരം മുഴുവനും കയറി മുറിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിലെ സ്കൂളുകളിൽ വരെയായി. അതുകൊണ്ട് മാതാപിതാക്കള് കുഞ്ഞുങ്ങൾ വളയാതെ നമ്മൾ നിവർന്നു നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെയും നിവർത്തി നിർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. 15-16 വാക്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കർത്താവ് ഈ സിനഗോഗിലെ പ്രമാണി, പുള്ളിക്കാരൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സഹിച്ചില്ല. പുള്ളി കർത്താവിനോട് ദേഷ്യപ്പെടുന്നില്ല, കാരണം ഇവിടെ വലിയ സംഭവം നടന്നു, അത്ഭുതം നടന്നു, നിഷേധിക്കാൻ പറ്റൂല. ആ വന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് മാത്രമാണോ സൗഖ്യം പ്രാപിക്കാൻ സമയമുള്ളൂ? ആഴ്ചയിൽ 6 ദിവസമുണ്ട്, അന്നേരം വന്ന് ചെയ്യാൻ പാടില്ലേ? അവൻ പറയുമ്പോൾ കർത്താവിൻ്റെ മറുപടിയാ 15-16 വാക്യങ്ങൾ. അവിടെ പറയുന്നു, കപടഭക്ത, ശാബത്തിൽ കാളയെയോ കഴുതയോ തൊഴുത്തിൽ നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ നീ കൊണ്ടുപോകുന്നില്ല. എന്നിട്ട് ചോദിക്കുക, അബ്രഹാമിന്റെ മകള് 18 സംവത്സരമായി ബന്ധനത്തിൽ. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞു, ബന്ധനം, ശാബത്, അഴിച്ചുവിടല്. ഇതിൻ്റെ അർത്ഥം ഇവിടെ വെളിപ്പെടുകയാണ്. ഈ എന്താണ് ഇവിടെ കാളയെയോ കഴുതയോ തൊഴുത്തിൽ നയിച്ചു വിടുന്നത്? യഥാർത്ഥത്തിൽ ആ ശാബത്തിൻ്റെ നിയമങ്ങൾ പഴയ നിയമത്തിലെ ഇതനുസരിച്ച് ഇതിനനുവദിച്ചിട്ടില്ല. എന്നാൽ മിഷ്ന എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഓറൽ ട്രഡീഷൻ, അതായത് പാരമ്പര്യ ഇതിൽ ആ നിയമങ്ങൾ അനുസരിച്ച് ആ ദിവസം കാളയെയും കഴുതയെയും തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയി വെള്ളം കുടിപ്പിക്കാൻ അനുവദിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 5:15. എന്താണ് ശാബദാചരണത്തിൻ്റെ ലക്ഷ്യം, അർത്ഥമെന്ന് അവിടെ പറയുകയാണ്. ആവർത്തനം 5:15. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു, അവിടെ നിന്ന് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് വിടുവിച്ചു വന്നതിൻ്റെ അതിന് ദൈവത്തെ നന്ദിയോടെ ഓർമ്മപ്പെടുത്തുന്ന, മഹത്വപ്പെടുത്തുന്നതാണ് എന്തെന്ന് പറയണത്? ശാബത്തിന്റെ അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് മിസ്രയീം ദേശത്ത് അടിമ, ബന്ധനം, അവിടുന്ന് വിടുവിക്കുന്ന സ്വാതന്ത്ര്യം, അഴിച്ചുവിടല്. ഇത് തന്നെയാണ് ഇവിടെ കർത്താവ് ഈ സ്ത്രീയുടെ രോഗബന്ധനത്തിൽ നിന്ന് അവളെ അഴിച്ചുവിടുക എന്ന് പറയുമ്പോൾ, കാളയെയോ കഴുതയെയോ നീ തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടുന്നു, അതിനെ മോചിപ്പിക്കുന്നു. എന്നിട്ട് പറയാ, ഈ മൃഗത്തോട് ഇത്രയും ദയ നിനക്ക് കാണിക്കാമെങ്കിൽ ഈ പാവപ്പെട്ട ഈ സ്ത്രീയോട് കരുണ കാണിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല, പിന്നെ എന്ത് ശാബദാചരണമാണ് നടത്തുന്നത്? അവിടെ കർത്താവ് പറയുന്നത് ശാബത്തിന്റെ ലംഘനമല്ല എന്ന് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ ഒരു മൃഗത്തിനു പോലുമുള്ള വില കൊടുക്കാത്ത ഒരു സമൂഹം, ഒരു സ്ത്രീക്ക്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ മൃഗങ്ങൾക്ക് വളരെ അതിനുള്ള വില പോലും മനുഷ്യനില്ല. ഇപ്പോൾ വയനാടൊക്കെ വന്യമൃഗശല്യം കാരണം ഇന്ന് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു പട്ടിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ പുറത്തിറങ്ങാൻ പാടില്ല. എന്നാൽ മനുഷ്യനെ കൊന്ന അത്രയും പ്രശ്നം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, ഇവളെ ഞാൻ അഴിച്ചുവിടുന്നത് അല്ലെങ്കിൽ സൗഖ്യം കൊടുക്കുന്നത് ശാപത്തിനെതിരല്ല. അവസാനത്തെ വാചകമെന്ന് പറയുന്നത്, കർത്താവ് ഒരു വാചകം ഉപയോഗിക്കുന്നുണ്ട്. ആ സ്ത്രീയെക്കുറിച്ച് ആരെന്നാ പറയുന്നത്? അവർക്കൊരു ഡെസിഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. അതുവരെയും ആ സ്ത്രീയെ കൂനിയായ സ്ത്രീ എന്നാ പറഞ്ഞത്. ഇവിടെ കർത്താവ് ഒരു വാചകം പറയുന്നത് ആരുടെ മകൾ എന്നാ പറയുന്നത്? ഉറക്കെ പറഞ്ഞ്, അബ്രഹാമിന്റെ മകള്. തമ്പുരാൻ അവക്ക് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുക. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അബ്രഹാം എന്ന് പറഞ്ഞേ? പൂർവ്വപിതാവായ ഇസ്രായേലിന്റെ അവന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ്. അബ്രഹാമിന്റെ മകൻ, അബ്രഹാമിന്റെ മകൾ എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. അപ്പൊ ഇവിടെ ഈ പെങ്കൊച്ച്, ഇവളും ആ ദൈവീക രക്ഷണ്യ പദ്ധതിയില് അബ്രഹാമിന്റെ വാഗ്ദത്തം നൽകിയത് അതിൻ്റെ പങ്കാളിയാണ്, അവകാശിയാണ്, അഭിമാനമുള്ള ഒരു യഹൂദയാണ്, ദൈവത്തിൻ്റെ മകളാണെന്ന് അവൾക്കൊരു നാമം കൊടുക്കുകയാണ്. ഏറ്റവും വലിയ പേരില്ലാത്തവളെ, സമൂഹത്തിൽ ഒന്നുമല്ലാത്തവളെ കർത്താവ് അവിടെ ഉയർത്തി അവൾക്ക് സ്വന്തമായിട്ട് അവളുടെ ആ വ്യക്തിത്വം കൊടുക്കുന്ന കർത്താവിനെയാണ് അബ്രഹാമിൻ്റെ മകൾ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ കർത്താവിനെ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തിൽ മനുഷ്യരാൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും നമ്മളെ കാണുകയും നമ്മെ അംഗീകരിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. സമൂഹത്തിന്റെ മുമ്പിൽ പേരില്ലാത്തവളെ ഏറ്റവും മാന്യമായ സ്ഥാനം നൽകി അവൾക്ക് അബ്രഹാമിന്റെ മകൾ എന്ന് പേര് വിളിച്ച കർത്താവാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഇത് നമുക്കും വലിയ ഒരു പ്രത്യാശയാണ്. ഇത് കാണുകയും അംഗീകരിക്കുകയും നമ്മളെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അംഗീകരിച്ചാൽ ആ അംഗീകാരമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ബാക്കിയുള്ളതെല്ലാം നൈമിഷികമാണെന്ന് ചിന്തിക്കുക. ഇവിടെ കർത്താവ് ആ നോ നെയിം ആയിരുന്ന ഒരു സ്ത്രീക്ക് ഫുൾ അഡ്രസ്സ്, ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളതായ അഡ്രസ്സ് കൊടുത്ത് ആ സ്ത്രീയെ സമൂഹത്തിൻ്റെ സഭയുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിച്ച് നിൽക്കുന്ന കർത്താവ് ഇന്ന് 6 കാര്യങ്ങൾ. 1, ഏത് അവശ്യതയിലും ആരാധനയ്ക്ക് അത് മുടക്കം വരുത്താതെ ദൈവത്തെ സ്തുതിക്കുവാൻ വരുന്ന ഒരു സ്ത്രീത്വം. അവളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് ലഭിക്കാതിരുന്നിട്ടും അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ ഇടപെടല് ജീവിതത്തിൽ ലഭിച്ച ഒരു സ്ത്രീയെ മറ്റുള്ളവരുടെ മുൻപിൽ നിവർത്തി നിർത്തുവാൻ പ്രാപ്തനായ ഒരു കർത്താവ് കൂടെയുള്ളതായ ആ യാഥാർത്ഥ്യം, നിവർന്നു നിൽക്കാനും മറ്റുള്ളവരെ നിവർത്തി നിർത്തുവാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്വം, വിമർശനങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള വലിയ ഒരു നിയോഗം, ദൈവകൃപകൾ ആ സ്ത്രീ അവസാനം ചെയ്യുന്നത്, ആ സമൂഹം മുഴുവനും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപകളെ മഹത്വപ്പെടുത്തി. പലപ്പോഴും നമ്മുടെ ഇല്ലായ്മകളെയും അല്ലായ്മകളെയും കുറിച്ച് നമ്മൾ ആകുലപ്പെടുമ്പോൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്. ദൈവം തന്ന നന്മകളെ നന്ദിയോടെ സ്തുതിക്കുവാൻ ആരാധനയിൽ അധിഷ്ഠിതമായൊരു ജീവിതം ഈ സ്ത്രീ, ആ കൂനിയായ സ്ത്രീ, അവൾ നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ.